നമസ്കാരം. ഇന്നലെ പെയ്ത മഴയിൽ കിടപ്പാടം മുങ്ങിയവർ എല്ലാം ഒന്ന് കഴുകി തുടച്ച് തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് വീണ്ടും ഇരച്ചെത്തിയ മഴ മുക്കിയിരിക്കുന്നത്. പ്രളയകാലത്ത് പോലും വെള്ളപ്പൊക്ക ഭീഷണി നേരിടാത്ത ഇടങ്ങൾ അപ്രതീക്ഷിതമായി വെള്ളക്കെട്ടിലായി. ഇൻഫോ പാർക്ക് ഇന്നും വെള്ളത്തിൽ തന്നെ. മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ പാളിച്ചയ്ക്ക് ഭരണ നേതൃത്വം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ പഴിക്കുമ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും ജനം പൊറുതിമുട്ടുകയാണ്. ഓടകൾ വൃത്തിയാക്കാനോ തോടുകളുടെ ആഴം കൂട്ടാനോ ഒരു നടപടിയുമില്ല എന്ന പരാതി കേൾക്കാനോ ഇടപെടാനോ ജനപ്രതിനിധികൾ എത്തുന്നില്ല. കാലവർഷം കാറ്റടിച്ച് കേരള തീരത്തേക്ക് എത്തും മുൻപേ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി അങ്ങോട്ട് എന്താകും സ്ഥിതി എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. എൻകൗണ്ടർ പരിശോധിക്കുന്നു. നമ്മളെ മഴയത്ത് നിർത്തുന്നത് ആര്? പുലർച്ചയോടുകൂടി ആ കാറ്റിനും മഴയ്ക്കും എല്ലാം ഇടിഞ്ഞു വീഴുമായിരുന്നു. സൗണ്ട് കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് ഓടി വന്നു. മേളോട്ട് നിന്നും മേൽക്കൂരൊന്നുമില്ല. നഗരമെന്നില്ല, ഗ്രാമമെന്നില്ല. ഒരൊറ്റ രാത്രിയിലെ മഴ കൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ഒട്ടുമിക്ക ഇടങ്ങളിലും. ഇന്ന് പെയ്തിരിക്കുന്ന കനത്ത മഴയിൽ കൊച്ചി നഗരം മുങ്ങിക്കിടക്കുകയാണ്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒന്നും സ്ഥിതി വ്യത്യസ്തമല്ല. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ഞങ്ങളുടെ പ്രതിനിധികൾ ഓരോ ഇടങ്ങളിൽ നിന്നും ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഏറ്റവും ദുരിതം പിടിച്ച അനുഭവങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കാൻ കഴിയും. ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയിൽ കൊച്ചി നഗരം മുങ്ങിപ്പോയി. കോർപ്പറേഷനിലും തൃക്കാക്കര, കളമശ്ശേരി നഗരസഭാ പരിധികളിലും ജനജീവിതം ആകെ സ്തംഭിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ വെള്ളക്കെട്ടിൽ കൊച്ചി വലയുകയാണ്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചി നഗരത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ. കൊച്ചി കൈപ്പടമുകളിൽ വെള്ളം കയറിയതോടെ റോഡിന്റെ അതിരറിയാതെ കാർ ഓടയിൽ വീണത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്ന് അതേ സ്ഥലത്ത് അതേ അപകടം ആവർത്തിച്ചിരിക്കുന്നു. കളമശ്ശേരി മൂലേപ്പാടത്ത് വീടുകളിൽ വെള്ളം കയറിയതോടെ ഫയർഫോഴ്സ് എത്തിയ ആളുകളെ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയാണ്. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരും കളമശ്ശേരിയിൽ നിന്ന്. ഇനി പടമുകളിലെ അവസ്ഥ. ചിന്നംപിള്ളി ചിറയിൽ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാർ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതോടെ ഒഴുകി തോട്ടിൽ വീണിരിക്കുന്നു. കാക്കനാട്ടെ അവസ്ഥയാണ്. ശ്യാംകുമാർ കാക്കനാട്ട് നിന്നുണ്ട്. തൃക്കാക്കരയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എബിൻ ജോസും നമ്മളോടൊപ്പം ചേരുന്നു. കൊച്ചി നഗരത്തിലെ കാഴ്ചയിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കറിയാം, ഇത് കൊച്ചിയിലെ മാത്രം സാഹചര്യമല്ല. തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ കുട്ടനാടൊക്കെ വെള്ളത്തിനടിയിലാവുകയാണ്. ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. മഴക്കാലം എത്തുമെന്ന് അധികൃതർക്കറിയാം. ഇപ്പോഴിതാ ഈ മഴക്കാലം എത്തിയതിന്റെ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഒരു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികളും വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്ക് വിഷ്ണു സുരേഷിലേക്ക് ആദ്യം പോകാം. വിഷ്ണു, എന്താണ് കൊച്ചി നഗരത്തിലെ നിലവിലെ സാഹചര്യം? ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ്. പലയിടങ്ങളിലും വാഹനങ്ങൾ തിരിച്ചുവിടുകയാണ്. ആളുകൾ ഈ ഓടയ്ക്ക് അരികിലൂടെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം നടന്നു പോകുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി നഗരത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് വിഷ്ണു? ഗോപി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴ കൊച്ചി നഗരത്തെ വീണ്ടും വെള്ളത്തിലാക്കിയെന്ന് പറയാം. ഇത് ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡ് ആകെ മുങ്ങിക്കിടക്കുന്ന കാഴ്ച പരിതാപകരം അല്ലാതെ മറ്റൊരു വാക്ക് വിശേഷിപ്പിക്കാനല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നു. പുറത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കളയേണ്ട അവസ്ഥ. ഇത് ഈ വർഷം മാത്രമല്ല സൗത്ത് ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിൽ വെള്ളം കയറുന്നത്. എത്രയോ വർഷങ്ങളായി സൗത്ത് ബസ് സ്റ്റാൻഡ് ഈ ദുരവസ്ഥ നേരിടുകയാണ്. ഇത്തവണ ഫെബ്രുവരിയിൽ നിർമ്മാണം, അതായത് പുനർനിർമ്മാണം നടത്തും, ഈ വെള്ളക്കെട്ടുകളെല്ലാം പരിഹരിക്കുമെന്ന് മന്ത്രി P രാജീവ് നേരിട്ടെത്തി പറഞ്ഞൊരു സ്ഥലമാണ്. ഒരു പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന്റെ ഭാഗമായാണോ ഇത്തരത്തിൽ ഈ വെള്ളം പൊങ്ങിയതെന്ന് ആളുകൾ ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാകില്ല. ഒരു പ്രവർത്തനവും ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ ഒരു പ്രതിരോധ നടപടി പോലും ഒരുക്കാൻ ഈ നഗരസഭാ അധികൃതർക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ജനപ്രതിനിധികൾക്കോ ആർക്കും ആയിട്ടില്ല. KSRTC ബസ് സ്റ്റാൻഡിന്റെ കാര്യം മാത്രമല്ല, കൊച്ചിയിലെമ്പാടും ഇത് തന്നെയാണ് അവസ്ഥ. പാലാരിവട്ടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് നാം കണ്ടു, കടവന്ത്രയിൽ രൂപപ്പെട്ടത് കണ്ടു, പനമ്പള്ളി നഗറിൽ രൂപപ്പെട്ടത് കണ്ടു. ഇതിനെല്ലാം
ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ. ആ വാക്ക് കൊച്ചിൻ കോർപ്പറേഷൻ കേട്ടതേയില്ല എന്നുള്ളതാണ്. ഇത്തവണ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. പക്ഷേ വിശദീകരണങ്ങൾ പലതും കൊച്ചിൻ കോർപ്പറേഷൻ നൽകുന്നുണ്ട്. മേഘവിസ്ഫോടനവും അപ്രതീക്ഷിതമായ മഴയുമാണ് ഇന്നത്തെ വെള്ളക്കെട്ടിന് കാരണമെന്ന ഒരു ന്യായം മാത്രം അവർ പറയുന്നു. പക്ഷേ അത് എത്രത്തോളം ന്യായീകരിക്കാനാകും വിഷ്ണു, മേഘവിസ്ഫോടനവും അപ്രതീക്ഷിതമായ മഴയും ഒക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, അത് ഈ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളാണ്. പക്ഷേ ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൊച്ചിയിലെ ബസ് സ്റ്റാൻഡാണ്, കൊച്ചി നഗരത്തിലെ ബസ് സ്റ്റാൻഡാണ് നമ്മൾ കാണുന്നത്. വെള്ളക്കെട്ടായി മാറിയിട്ടുണ്ട്. ആളുകളെ ആരും ഇപ്പോഴവിടെ കാണുന്നില്ല. വിഷ്ണു, ആരുടെയെങ്കിലും പ്രതികരണം നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ആരും കാണുന്നില്ല. ഈ ബസ് സ്റ്റാൻഡിലേക്ക്, അതായത് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശത്തേക്ക് ആളുകൾ എത്തുന്നില്ല. അതായത് ഈ ബസ് സ്റ്റാൻഡിന് പുറത്ത് വെള്ളമില്ലാത്ത ഭാഗത്ത് വാഹനം നിർത്തുകയും അവിടെ നിന്ന് ആളുകളെ കയറ്റിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ വെള്ളം അത് ഈ തൊട്ടപ്പുറത്തെ ഓവുചാലിൽ നിന്നെല്ലാം അകത്തേക്ക് വരുന്നൊരു വെള്ളമാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് ഭയപ്പാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരിങ്ങോട്ടേക്ക് എത്തുന്നില്ല. യാത്രക്കാർ പുറത്തു നിന്ന് കയറിപ്പോവുകയാണ്. വലിയ വാഹനങ്ങൾ, അതായത് ഇന്റർസ്റ്റേറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ പുറത്ത് നിർത്തി, അവിടെ വെള്ളമില്ലാത്ത ഭാഗത്ത് നിർത്തി അവിടെ നിന്നാണ് ആളുകൾ കടന്നു പോകുന്നത്. ഇത് എത്രയോ വർഷങ്ങളായി KSRTC ബസ് സ്റ്റാൻഡിൽ ഈ വെള്ളം കയറുകയാണ്. മെട്രോ പോലുള്ള അല്ലെങ്കിൽ അത്യാധുനിക തരത്തിലുള്ള പുതിയ ഗതാഗത സംവിധാനങ്ങൾ കൊച്ചി രാജ്യത്തിന് തന്നെ ആകെ മാതൃകയായി മാറുമ്പോഴാണ് ഇപ്പോഴും ഈ KSRTC സ്റ്റാൻഡ് ഒരു അപമാനകരമായ കാഴ്ചയായി മാറുന്നത്. പല പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഈ KSRTC ബസ് സ്റ്റാൻഡുമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ മാറി വന്ന കോർപ്പറേഷൻ ഭരണസമിതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതികളൊന്നും ഒരു തരത്തിലും എവിടെയും ആരംഭിച്ചിട്ടില്ല. ഒരു കല്ലിടാൻ പോലും ആളുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പരിതാപകരമായ കാര്യം. ശരി വിഷ്ണു, ഞാൻ വരാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കൊച്ചിയിലെ എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡാണ്. ആളുകൾ ബസ് കാത്തു നിൽക്കുന്നത് വെള്ളം കയറിയിട്ടില്ലാത്ത സ്ഥലം നോക്കി KSRTC ബസ് സ്റ്റാൻഡിന് പുറത്താണ്. ഇത് ഒരു കുളമായി മാറിയിട്ടുണ്ട് KSRTC ബസ് സ്റ്റാൻഡ്. ഇത് ആദ്യത്തെ അനുഭവമല്ല കൊച്ചിയെ സംബന്ധിച്ച്. ഓരോ മഴക്കാലത്തും ഇത് സംഭവിക്കുന്നതാണ്. ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഞാൻ വരാം വിഷ്ണു. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഓടയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഉണ്ട്. പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടിങ്ങും വളരെ ശ്രദ്ധാപൂർവ്വം വേണം. അപകട മേഖലകൾ നമ്മൾ ഒഴിവാക്കണം. വളരെ കരുതലോടുകൂടി വേണം റിപ്പോർട്ടിംഗ് നടത്താൻ. അതോടൊപ്പം തന്നെ ഈ ആളുകളും വളരെയധികം ശ്രദ്ധയോടുകൂടി, ഇപ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ കണ്ടു ആളുകൾ ഈ പല ഇടങ്ങളിലും ഈ ഓടയ്ക്കരികിലൂടെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വരുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ പോകാൻ. ഒരു തരത്തിലുള്ള സുരക്ഷയും എവിടെയും നമുക്ക് കിട്ടുന്നില്ല എന്നാണ് അനുഭവങ്ങൾ പറയുന്നത്. കളമശ്ശേരിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കളമശ്ശേരിയിലെ സ്ഥിതി എന്താണ് ശ്രീകാന്ത്? ഗോപി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഉണിച്ചിറ ഭാഗത്താണ്. അതായത് ഇടപ്പള്ളി ടോളിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നഗരം വെള്ളത്തിൽ മുങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇതിനു മുൻപ് എങ്ങും തന്നെ ഇത്രയധികം വെള്ളം കയറി ഈ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ആവുന്ന സാഹചര്യം കണ്ടിട്ടേയില്ല. ഈ പ്രദേശം ഇതൊന്ന് നോക്കൂ. ഈ നഗരം പൂർണ്ണമായും വെള്ളക്കെട്ടിന് അടിയിലേക്ക് പോകുന്നു. വെള്ളക്കെട്ടിൽ മുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും കടന്നൊന്ന് ഇടപ്പള്ളിയിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ആളുകളൊക്കെ തന്നെ ഒരു കരയിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്കാണ് ഇടപ്പള്ളി ടോളും ഇടപ്പള്ളി ജംഗ്ഷനും. അവിടെയൊന്നെത്തി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഇരുചക്ര വാഹനങ്ങളോ മറ്റു വാഹനങ്ങളോ ഇതിലെ ഓടിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. വലിയ റിസ്ക് എടുത്താണ് ആളുകൾ ഇതിലൂടെ ഇപ്പോഴും വാഹനം കൊണ്ടുപോകുന്നത്. ഇന്നലെയും ഈ പ്രദേശം വെള്ളക്കെട്ടിലായിരുന്നു. ഇന്നും ഈ പ്രദേശം വെള്ളക്കെട്ടിലാണ്. ഇതിലെ ഓടകളുണ്ട്, പക്ഷേ ഓടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. വെള്ളം ഒഴുകാത്ത സാഹചര്യമുണ്ട്. കുറേ നേരമായി ഇവിടെ നിന്ന് ഈ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരോട് നമുക്കൊന്ന് ചോദിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഗോപി ചേട്ടാ, ഇത് എപ്പോ മുതലാ ഇത് തുടങ്ങിയത്? വൈകുന്നേരം വെള്ളം ഭയങ്കരമായിട്ട് കൂടി. ഇതിപ്പോ സാധാരണ ഇങ്ങനെ ഉണ്ടാകാറില്ല. ഇതിപ്പോ 2 ദിവസമായിട്ട് ഇന്നലെയും പിന്നെ ഇപ്പൊ ഇത് തന്നെയാണ്. ഇന്നലെ ഇങ്ങനെയായിരുന്നു, ഇന്നും എപ്പോഴാ ഇത്രയും വലിയ വെള്ളക്കെട്ടുണ്ട്? ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് കൂടി. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ ഒരു ചെറിയ മഴ പെയ്താൽ ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. ബൈക്കിൽ വന്നതാണോ? ആ, ബൈക്കിൽ വന്നതാണ്. ഈ കുഞ്ഞിനെ കൊണ്ട് ഈ മഴയത്ത് ഇങ്ങനെ പോകേണ്ടി വരുന്ന വലിയ കഷ്ടമാണല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. ഗോപി, ഈ ദൃശ്യങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം. ഒരു കുഞ്ഞിനെയും എടുത്ത് അവർ ബൈക്കിൽ വന്നതാണ്. ഇതിലെ ബൈക്കിൽ പോകാൻ കഴിയില്ല. അങ്ങനെ ബൈക്ക് ഉരുട്ടിക്കൊണ്ട് പോവുകയാണ് ഒരു സൈഡിൽ. മറു സൈഡിൽ ഈ കുഞ്ഞിനെയും ഇങ്ങനെ കയ്യിലെടുത്ത് ഈ പെരുമഴയും നനഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. ഒട്ടനവധി ആളുകൾ, അതിൽ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്. അങ്ങനെ ഒട്ടനവധി ആളുകൾ
എത്തുന്നുണ്ട്. കാരണം ഇത് വലിയ ബുദ്ധിമുട്ടേറിയ അവസ്ഥയാണ്. ഇതിലെ ഒന്ന് കടന്ന് ഇടപ്പള്ളിയിലേക്ക് പോകാനോ ഇടപ്പള്ളിയിൽ നിന്നും തിരിച്ചിങ്ങോട്ടേക്ക് വരാനോ ഒട്ടും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജോലി കഴിഞ്ഞെത്തുന്നവർ, സ്കൂൾ കഴിഞ്ഞെത്തുന്നവർ, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, കോളേജുകളിൽ നിന്നൊക്കെ തന്നെ വരുന്ന ആളുകൾ, അങ്ങനെ ഒട്ടനവധി പേർ വരുന്നുണ്ട്. അവർക്കൊക്കെ ഒന്ന് കടന്നു വരണമെങ്കിൽ ഈ പ്രദേശത്ത് കൂടി വരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പൂർണ്ണമായും ഇത് നഗരം മുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. കാരണം ഇവിടെ മാത്രമല്ല പ്രശ്നം, ഇതൊരു ഉണിച്ചിറയിലെ ഒരു ചെറിയ പ്രദേശമാണ്. അവിടെയാണ് ഇത്രയധികം വെള്ളം. ഇതിനപ്പുറം ഇടപ്പള്ളിയിലും ടോളിലും ഒക്കെ തന്നെ വലിയ വെള്ളക്കെട്ടാണ്. കളമശ്ശേരി ഭാഗത്തങ്ങ് അടുക്കാൻ പറ്റാത്ത വിധം വെള്ളക്കെട്ടാണ്. പല വീടുകളുടെയും താഴത്തെ നിലയിൽ പൂർണ്ണമായും വെള്ളം കയറി കഴിഞ്ഞു. വരുന്ന ആളുകൾക്ക് അവർക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ പ്രതികരണം നമുക്ക് കിട്ടുമോ? ഒരു 3:30ക്കാണ് മഴ തുടങ്ങിയത്. ഒരു 4 മണിയൊക്കെ 4-4:30 കംപ്ലീറ്റ് വെള്ളമായി. ഇന്നലെ ഇങ്ങനെ എവിടുന്നാ വരുന്നേ? വലിയ വെള്ളക്കെട്ട്, വലിയ പ്രശ്നമാകുന്നുണ്ടോ വരുമ്പോ? ഞാൻ വരുന്ന ഉണിച്ചിറയുന്നാണ്. അല്ല, ഇപ്പൊ വരുന്നത് മരോട്ടിച്ചോടിന്നാണ്. വെള്ളക്കെട്ട് വലിയ പ്രശ്നമാണോ വരുമ്പോ? അത്യാവശ്യം നല്ല രീതിക്ക് പ്രശ്നം തന്നെയാണ്. ഇന്നലെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ പ്രശ്നം? ഇന്നലെ ഉണ്ടായിരുന്നു. ടോളിലൊക്കെ നല്ല വെള്ളമായിരുന്നു. ഇപ്പോഴും ടോളിലും ആ ഭാഗത്തൊക്കെ വെള്ളമുണ്ടോ? അതെനിക്കറിയില്ല. ഞാൻ മരോട്ടിച്ചോടി വഴിയാ വന്നേ. ഇന്നലെയും സെയിം ഇതേപോലെ തന്നെ ഇന്നലെ ഇത് തന്നെയായിരുന്നു. ഇതേപോലെ തന്നെ വണ്ടി വരും, ഞങ്ങള് കുറെ ആളുകൾ തള്ളി അപ്പുറത്താക്കും, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്താ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് വരാൻ കാര്യം? ഈ ഇവിടെ വരുന്ന കാണാൻ കംപ്ലീറ്റ് ബ്ലോക്ക് ആയതിനു ശേഷമാണ് ഇപ്പൊ അതിൽ കൂടുതൽ വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഒഴുകി പോകുന്നില്ല. ഇതിന് മുമ്പ് ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ ഉണ്ടായതായി കേട്ടിട്ടുണ്ടോ? ഒരു 3-4 വർഷമായിട്ട് ഇപ്പൊ മിക്ക സ്ഥലത്തുണ്ട്. ലൈൻ ഇങ്ങോട്ട് കൊടുത്തേക്കണം. അവിടുത്തെ അപ്പുറത്തുനിന്ന് പുതിയ കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കണം ലൈൻ. അതിന്റെ ഫലമായിട്ട് കൂടുതൽ ഇങ്ങനെ വന്നേക്കണത് ഇപ്രാവശ്യം. ഗോപി, ഇന്നലെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. കാരണം ഇത് ശരി, ഞാൻ വരാം ശ്രീകാന്ത്. നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി എടുക്കണം. പടമുകൾ ചിന്നംപിള്ളി ചിറയിൽ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീണതോടെ ഒഴുകി തോട്ടിൽ വീണിട്ടുണ്ട്. ഇപ്പോൾ മൂലമ്പാടത്ത് നിന്നും ശ്യാംകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, എന്താണ് അവിടുത്തെ സാഹചര്യം? ശ്യാം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ എന്താണ് അവസ്ഥ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ നമ്മളുള്ളത് കേരള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടൊപ്പമാണ്. അത് മൂലമ്പാടത്താണുള്ളത്. അവരിവിടെ എത്തിയത് ഈ കനത്ത മഴയിൽ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ വെള്ളം ഉയർന്നു. അവിടെ വീടുകളിൽ നിന്നുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നേരത്തെ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടിലൊക്കെ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ഉണ്ട്. അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നാട്ടുകാർ ഈ ഒരു സമയത്തും എങ്ങനെ നിസ്സഹകരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എന്താണ് ഇവിടെ നേരിട്ട ഒരു വലിയ പ്രതിസന്ധി? ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ 3 ടീമുകളാണ് റീജിയണൽ ഫയർ ഓഫീസറിൻ്റെയും ജില്ലാ ഫയർ ഓഫീസറിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാ വീടുകളിലും അപ്രോച്ച് ചെയ്ത ആൾക്കാരോട് ഇറങ്ങാൻ പറയുന്നുണ്ട്. പക്ഷേ 2018 അനുഭവത്തിന് ശേഷമാണെങ്കിൽ ഇപ്പോഴും പല ആൾക്കാരും ഈ വീട്ടിൽ ഉൾപ്പെടെ, ഇവിടെ ഒരു അപ്പച്ചൻ മാത്രമാണുള്ളത്. അദ്ദേഹത്തോട് നമ്മൾ നേരത്തെ പറയുന്നത് നിങ്ങളും കേട്ട് കാണും. നമ്മൾ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും ഇവരാരും ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല. അപ്പം ഇറങ്ങാൻ വില്ലിങ് ആയിട്ടുള്ള ആളുകളെ നമ്മളിപ്പം പല ടീമുകളിലായിട്ട് പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്. ഇവിടെ ക്യാമ്പുകളിലേക്കും എല്ലാം ജീപ്പുകളിലും മറ്റും വാഹനങ്ങളിലും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ ആളുകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന് മാറാതിരിക്കുന്നത് അതൊരു അപകട സാധ്യത കൂടിയല്ലേ? തീർച്ചയായിട്ടും ഒരു അപകട സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള വീടുകളിലൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്ത് അവരിപ്പം മാറാനായിട്ട് ഇപ്പോൾ അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പിടിവാശി ഒഴിവാക്കി ഡിപ്പാർട്ട്മെന്റായിട്ട് സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പൊ അഭ്യർത്ഥിക്കാനുള്ളത്. ആളുകളെ കൊണ്ടുവരാനാണോ ഇപ്പൊ ഒരു ഡിങ്കി ബോട്ട് അങ്ങോട്ട് പോയിരുന്നത്? 3 ഡിങ്കി ബോട്ടുകൾ ഇപ്പൊ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 3 ഡിങ്കിയിലും നമ്മൾ പരമാവധി ആളുകളെ, വില്ലിംഗ് ആയിട്ടുള്ള ആളുകളെ കൺവിൻസ് ചെയ്ത് ഇറക്കുക എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഇത്രയും ഇപ്പം വാട്ടർ ലെവൽ വളരെ സ്പീഡിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വെള്ളം ഒഴുകി പോവാതിരിക്കുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കൺവിൻസ് ചെയ്യാനായിട്ട് കുറെ സമയം എടുക്കുന്നുണ്ട് ആളുകളെ. അത് എല്ലാവരും സഹകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ ഉദ്ദേശം ഒരു 25 പേരെ ഇപ്പൊ ഇന്ന് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്നലെയും ഇവിടെ തന്നെ വർക്ക് ചെയ്തിരുന്ന ടീമാണ് ഇപ്പോഴുള്ളത്. അതെ ഗോപികൃഷ്ണൻ, ആളുകളെ സ്വന്തം ജീവൻ പണയം വെച്ച് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ ഈ വെള്ളത്തിൽ ജോലി എടുക്കുന്നത്. അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായിട്ട് വരുന്ന സുരക്ഷാ സേനയിലെ അംഗങ്ങളോട് പോലും ആളുകൾ സഹകരിക്കുന്നില്ല എന്നുള്ളത് ഈ സമയത്ത് വളരെ ഖേദത്തോടെ പറയേണ്ട ഒരു കാര്യമാണ്. പല വീടുകളിൽ നിന്നും ആളുകൾ മാറാൻ തയ്യാറാകുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ കേരള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ ഈ നിൽക്കുന്ന വീടുകളിലൊക്കെ ഉള്ളവർ ഉയർന്ന ഉദ്യോഗമൊക്കെ വഹിക്കുന്ന ആളുകളാണ്. അവരിൽ ഇപ്പോൾ ഒരു വീട്ടിലെ ആളുകൾ മാറാൻ തയ്യാറായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ ആളുകളെ 25-ലധികം ആളുകളെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശ്യാം, ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇപ്പോൾ വെള്ളക്കെട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് വെള്ളം എവിടേക്കും ഒഴുകി പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി എന്നാണ്. ഇവരെയൊക്കെ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്?
ഈ ആളുകൾക്ക് എന്താണ് അവർക്ക് ഈ അവിടുന്ന് മാറാനുള്ളൊരു മടി എന്താണ് അവർ പറയുന്നത് എന്താണ്? നാട്ടുകാരെന്താണ് പറയുന്നത്? ആ വീട്ടുകാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പ്രതികരണം കൊടുക്കും. നിലവിൽ ഇപ്പോൾ ഈ ആളുകളെ മാറ്റാനായിട്ട് നേരത്തെ മാറാതിരുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ മാറാൻ തയ്യാറാകുന്നത്. അവിടെ പ്രായമായ ഒരു സ്ത്രീയുണ്ട്, ഒരു മകനുണ്ട്, അങ്ങനെ അവരൊക്കെ ഇപ്പോൾ മാറുന്നുണ്ട്. ഇവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അവരൊക്കെ പോകാൻ തയ്യാറാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഡിങ്കി ബോട്ട് വരണം, അതിനുവേണ്ടിയാണ് അവരൊക്കെ കാത്തു നിൽക്കുന്നത്. ഏതായാലും ഇവരൊക്കെ ഈ വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞ പോലെ ഇവിടെ വെള്ളത്തിന്റെ നില ഉയർന്നു വരുന്നുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. എന്തായിരുന്നു ആദ്യം ഇപ്പോൾ മാറാൻ പോവാണോ ഇവിടുന്ന്? അല്ല, മകള് എയർപോർട്ടിൽ വരും ഇപ്പോൾ, അപ്പോൾ പിക്ക് ചെയ്യാനായിട്ട് പോവാം. ഇവിടുന്ന് ഇനിയിപ്പോൾ ക്യാമ്പിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അടുത്ത വീട്ടിലേതെങ്കിലും അവിടെ എവിടെയെങ്കിലും സുരക്ഷിതമായി തന്നെ മാറട്ടെ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാം. ഇവിടെയുള്ള ഈ വീട്ടുകാർ ഇപ്പോൾ അവരുടെ തൊട്ടടുത്ത് സുഹൃത്തിന്റെ വീടുണ്ട്, അങ്ങോട്ട് മാറുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ. കാരണം നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെള്ളം ഒഴുകി വരുന്നത്, ഒഴുകി പോകാൻ മാർഗങ്ങളില്ല, അത് കെട്ടിക്കിടക്കുകയാണ്. അതോടുകൂടിയാണ് ഇവിടെ ഈ ജലനിരപ്പ് ഉയരുന്നത്. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിന്നതിന്റെ പകുതിയോളം ജലനിരപ്പ് വീണ്ടും ഉയർന്നിട്ടുണ്ട്. പക്ഷേ വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ മാറാൻ തയ്യാറാകാത്തതാണ് ഇപ്പോൾ അത് ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ രാത്രിയിൽ ഒരു സഹായം വേണ്ടി വന്നാൽ ഈ ആര് സഹായിക്കുമെന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും പരമാവധി വീടുകളിൽ ഈ മഴ ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകത തന്നെ വളരെ പെട്ടെന്ന് ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ തോതിൽ മഴ വീഴുകയാണ്. വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള സ്ഥലമില്ല. രാത്രിയെല്ലാം ശക്തമായ മഴ പെയ്താൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് കാര്യങ്ങൾ കുറെ കൂടി പ്രതിസന്ധിയിലാകും. ഒരുപക്ഷെ ഇത്ര എളുപ്പത്തിൽ ഒരു രക്ഷാപ്രവർത്തനം ആ സമയത്ത് സാധ്യമാകില്ല. അതുകൊണ്ട് നേരത്തെ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ അവർ ആളുകളെ കൺവിൻസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അവിടെ ആളുകൾ അതിൽ ബോധ്യപ്പെട്ട് അതിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. കാരണം ഒരു അപകടം ഒഴിവാക്കാനുള്ള സാധ്യത എന്ന നിലയിൽ, അതിൻ്റെ ഒരു അവസരം എന്ന നിലയിൽ അവർ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അവർ ഡിങ്കി ബോട്ടുകളിൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറേണ്ടതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പ്രതീക്ഷിക്കുന്ന പോലെയല്ല. വെള്ളം വളരെ പെട്ടെന്ന് നമ്മൾ കരുതുന്നതിനേക്കാൾ വേഗത്തിൽ വെള്ളം നിറയുകയും ഒഴുകിപ്പോകാൻ ഇടയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പ്രളയ സമാനമായ ഒരു അവസ്ഥ അത് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാകും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെന്ന് വീഴുക എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് വിവരങ്ങൾ കൈമാറുകയായിരുന്നു എസ് ശ്യാംകുമാർ. ഇപ്പോൾ വീണ്ടും നമ്മൾ എസ് ശ്രീകാന്തിലേക്ക് പോകുന്നു. ശ്രീകാന്ത് നിൽക്കുന്നത് കൊച്ചിയിലെ ഉണ്ണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ശ്രീകാന്ത്, ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? വെള്ളം കയറുന്നുണ്ട്, മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അല്ലേ ശ്രീകാന്ത്? അവിടെ നാട്ടുകാരെന്താണ് പറയുന്നത്? ഗോപികൃഷ്ണൻ, മഴയൊന്ന് മാറി നിന്നതാണ്. വീണ്ടും ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ ഇടവിട്ടിടവിട്ട് ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഇടവിട്ടിടവിട്ട് ഈ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പല ആളുകളും ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണ്. അവർ ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഇവിടെയെല്ലാം ഇങ്ങനെ ഇത്തരത്തിൽ വെള്ളം കയറി കിടക്കുന്ന കാര്യം അറിയുന്നത്. അതിനാൽ തന്നെ മറ്റൊരു പോംവഴിയില്ല, ഇത് കടന്നു പോവുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. ഇവിടെ പല വീടുകളിലേക്കും, ഈ മേഖലയിലുള്ള പല വീടുകളിലേക്കും ഇതിനോടകം തന്നെ വെള്ളം കയറി കഴിഞ്ഞു. അവരെ എല്ലാം തന്നെ ആ വീടുകളിൽ നിന്ന് മാറ്റാനൊരു ശ്രമം നടക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വാഹനങ്ങളൊക്കെ തന്നെ വരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത്. പലരും ഇരുചക്ര വാഹനങ്ങൾ ഒരു സൈഡിൽ നിർത്തി അവിടെ നിന്നും അത് പിന്നീട് ഉരുട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളും കാണാൻ സാധിക്കും. ചില ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നു. നമുക്ക് അവരുടെ പ്രതികരണം കൂടി ചോദിക്കാം. ഈ വെള്ളക്കെട്ടിൽ ഇങ്ങനെ പോകുന്ന വലിയ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതിപ്പോ 3 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണേ. പെട്ടെന്നുള്ള മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പൊങ്ങലാ. കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ പോകാന്ന് പറയുന്നത് വലിയ പാടല്ലേ? അതെ അതെ. അത് അവിടെ ആ കാണ ചെറുതായിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒലിച്ചിറങ്ങുമ്പോഴത്തേക്കും ആ കാണേ കൂടെ പുറത്തേക്ക് വന്നതാണ്. ഇവിടെ എല്ലായിടത്തും വെള്ളം കെട്ടി കിടക്കണേ. ഈ വെള്ളം ഒന്നും പോണില്ല. വീടുകളിലേക്കൊക്കെ കയറുന്നുണ്ടല്ലേ? ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ കയറുന്നുണ്ട്. ഗോപി, തീർച്ചയായും ശ്രീകാന്ത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ തന്നെ പറയുന്നത് ഇത് ആദ്യത്തെ അനുഭവമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ നഗരസഭയാണ് ആ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യേണ്ടത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം, ഓടകൾ വൃത്തിയാക്കണം, വെള്ളം പോകാനുള്ള വഴികൾ കണ്ടെത്തണം. ഇതൊന്നും അവിടെ നടന്നിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീകാന്ത്? അതിലിനി ഒരു രണ്ടാമതൊരു സംശയത്തിന്റെ ആവശ്യമില്ല ഗോപികൃഷ്ണൻ. കാരണം നഗരസഭ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ, ഈ ഓടകൾ വൃത്തിയാക്കൽ, അതൊന്നും തന്നെ 3 സ്ഥലങ്ങളാണ്. അതായത് കൊച്ചി കോർപ്പറേഷൻ, തൃക്കാക്കര നഗരസഭ, കളമശ്ശേരി നഗരസഭ, ഈ 3
സ്ഥലങ്ങളും ഈ 3 ഒരു കോർപ്പറേഷനും 2 നഗരസഭകളും അവരുടെ പണി കൃത്യമായി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം ഈ അതുതന്നെയല്ലേ ശ്രീകാന്ത് ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്, മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ ഇടപെടുന്നത് എന്നാണല്ലോ അധികൃതരോടുള്ള ചോദ്യം ഹൈക്കോടതിയുടെ. മാലിന്യം വലിച്ചെറിയുന്നവരെ കുറ്റം പറയണം, അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ജനങ്ങളൊപ്പം നിൽക്കണം എന്നൊക്കെ ഉള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അധികൃതർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. മറ്റന്നാൾ വീണ്ടും ഈ വിഷയം പരിഗണിക്കാൻ പോകുന്നു. 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ഇടവപ്പാതി അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തമാവുകയാണ്. ഇതിലും ശക്തമായ മഴ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ദുരിതവും ഇരട്ടിയാകും എന്നല്ലേ മനസ്സിലാക്കുക ശ്രീകാന്ത്? ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ വളരെ പ്രധാനമല്ലേ? തീർച്ചയായും ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണനയ്ക്കെടുത്തത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്നും കോടതി ചോദിച്ചത്, ഈ മഴയെല്ലാം കൂടി വന്ന് ഉച്ചിയിൽ കയറുമ്പോഴാണോ നിങ്ങൾ ഈ പണിക്ക് ഇനി ഇറങ്ങാൻ പോകുന്നത്? എത്ര കാനകൾ നിങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്? എവിടെയൊക്കെ വെള്ളം ഒഴുകിപ്പോകാതെ തടസ്സങ്ങളുണ്ട്? ഇതൊക്കെ നിങ്ങൾക്കറിയാമോ എന്ന് കോടതി ഇന്ന് ഈ കോർപ്പറേഷനോടും അതോടൊപ്പം വിവിധ നഗരസഭകളോടും ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അത് മാത്രമല്ല, കോടതി ചോദിച്ച ഒരു കാര്യമുണ്ട്, ഇത് ജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഈ മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് ഓടകളെല്ലാം അടഞ്ഞു പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് ഇന്ന് കോടതിയും പറഞ്ഞു. ഇനി ഈ രീതിയിലാണ് ആളുകൾ പെരുമാറുന്നതെങ്കിൽ റെസിഡൻഷ്യൽ അസോസിയേഷനുകളെ കൂടി ഇത്തരം കേസുകളിൽ കക്ഷികളാക്കും എന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടപ്പള്ളിയിലെ ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാന കാരണം ഇവിടുത്തെ കാനപ്പണി അതിങ്ങനെ അനന്തമായി നീളുന്നതും അതോടൊപ്പം തന്നെ അവിടെ വെള്ളം ഈ കാനയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതുമാണ് എന്ന് അമിക്കസ് ക്യൂറി ഇന്നൊരു റിപ്പോർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായ വീഴ്ച തുറന്നു കാണിക്കുന്നതാണ് ഇത്. അത് കോർപ്പറേഷന്റെ ഭാഗത്ത് മാത്രമല്ല, അത് നഗരസഭ, തൃക്കാക്കര നഗരസഭയിലും കളമശ്ശേരി നഗരസഭയുടെയും കീഴിലുള്ള ഓടകളിലെല്ലാം ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ട്, വെള്ളം പൊങ്ങുന്നുണ്ട്. ഈ 3 തദ്ദേശ സ്ഥാപനങ്ങളും പരിപൂർണമായ വീഴ്ച വരുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതി ഇന്ന് രൂക്ഷ വിമർശനം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ കുറെ കൂടി ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം എന്ന കോടതിയുടെ നിരീക്ഷണവും വിമർശനങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. എന്നാൽ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ, ഓടകൾ വൃത്തിയാക്കിയിരുന്നുവെങ്കിൽ, വെള്ളം പോകാൻ വേണ്ടിയുള്ള വഴികൾ അത് തുറന്നു വിട്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ് നമ്മൾ ഈ കാഴ്ചയിൽ കാണുന്നത്. മാത്രമല്ല, ഓരോ ഇടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗത തടസ്സം, ഈ മാലിന്യം കൂടി കലർന്ന വെള്ളത്തിലൂടെ നടന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, അങ്ങനെ തുടങ്ങി ഒന്നിനു പുറകെ ഒന്നായി കണ്ണി ചേർക്കപ്പെട്ട് ഓരോരോ പ്രശ്നങ്ങളിലേക്ക് മലയാളി ജീവിതം കടന്നു വീഴുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം എബിൻ ജോസ് ഉണ്ട്. എബിൻ നിൽക്കുന്നത് ഇപ്പോൾ എബിൻ ഉള്ളത് തൃക്കാക്കര ഭാഗത്താണ്. എബിൻ ജോസിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ തേടാം. എബിൻ, തൃക്കാക്കരയിലെ സാഹചര്യം എന്താണ്? വെള്ളക്കെട്ടുണ്ടോ? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ തൃക്കാക്കരയിൽ? ബോബി, വെള്ളക്കെട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിറച്ചു വെള്ളത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അതേ രീതിയിൽ തന്നെയാണ് ഇന്നും വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത്. ഓടകൾ നിറഞ്ഞ്, തോടുകൾ നിറഞ്ഞ് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. വാഹനങ്ങളിൽ വെള്ളം കയറുന്നു. ഇന്നലെ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ തന്നെയാണ് ഇന്നും വെള്ളം കയറിയിട്ടുള്ളത്. അതിലൊരു മാറ്റവുമില്ല. ഇന്ന് രാവിലെ ആളുകളെത്തി ഈ വീടുകളെല്ലാം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയതേ ഉള്ളൂ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ പെയ്യുന്നു. അതേ രീതിയിൽ തന്നെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. ഒരു പക്ഷേ പറയുകയാണെങ്കിൽ അതിലും ശക്തിയായി തന്നെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ മഴയ്ക്കൊരു ചെറിയ ശമനം ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തുണ്ട്. എന്നാൽ നഗരത്തിൻ്റെ വേറെ മേഖലകളിൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. തൃക്കാക്കര, അതുപോലെ തന്നെ കളമശ്ശേരി ഭാഗങ്ങളിലും വാഴക്കാല മേഖലകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പ്രധാനമായും ആളുകൾ ഉന്നയിക്കുന്ന ആരോപണം നമ്മൾ പലതവണ സൂചിപ്പിച്ചതാണ്. ഈ ഓടകൾ നിറഞ്ഞൊഴുകുന്നു, മഴക്കാല പൂർവ്വ ശുചീകരണം പാളി എന്നുള്ളത് 100% ശരിയാണ്. അതോടൊപ്പം തന്നെ അസാധാരണമായ മഴ പെയ്തു. ഈ വാഹനങ്ങളൊക്കെ വളരെയധികം നശിക്കുന്ന സാഹചര്യമുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗോപി നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു ആശങ്ക ഇന്ന് രാവിലെ തന്നെ അവർ പങ്കുവച്ചതാണ്. ഇതിന് ശേഷം എന്ത്, അതായത് ഈ വെള്ളം ഇറങ്ങിപ്പോയാലും ഉണ്ടാകാൻ പോകുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ആശങ്ക, അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്നത്, ഇപ്പോൾ മഴക്കാലത്തിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ, ഇന്നാണ് കാലവർഷം എത്തിയത് എങ്കിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്താകും അവസ്ഥ എന്നുള്ളൊരു ആശങ്കയുണ്ട്. പലരും ഇന്നലെ തന്നെ ഗൃഹോപകരണങ്ങൾ നശിച്ച സാഹചര്യം വീടുകളിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മഴ പെയ്തപ്പോൾ അവർ ആശങ്കയോടുകൂടി തന്നെ 2 നിലയുള്ള വീടുകളിലാണെങ്കിൽ അവർ അവിടെ നിന്ന് താഴെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് സാധനങ്ങൾ കയറ്റി വയ്ക്കുന്ന സാഹചര്യമുണ്ട്. വേറൊരു കാര്യമുള്ളത്, ഇന്നിപ്പോൾ വൈകുന്നേരമാണ്, ഒരു 4 മണിക്ക് ശേഷമാണ് ശക്തമായി വീണ്ടും കൊച്ചിയിൽ മഴ പെയ്തത്. ഈ ആളുകൾ, ജോലിക്ക് പോയ ആളുകൾക്ക് ഇപ്പോഴും വീട്ടിൽ തിരിച്ചെത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി പോകാൻ പറ്റാത്ത സാഹചര്യം. കാരണം
അതേമാതിരി വെള്ളമാണ്, വഴികളിൽ വെള്ളം, അതുപോലെ തന്നെ ഗതാഗതക്കുരുക്ക്. ഈ പോയ ആളുകളൊക്കെ മടങ്ങിയെത്താൻ പറ്റാത്ത സാഹചര്യം, പലരും ആ രീതിയിലുള്ള ആശങ്ക വഹിക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ബ്ലോക്കിൽപ്പെട്ട് നിൽക്കുകയാണ്, അതുപോലെ തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നുള്ള പറഞ്ഞു. അതായത് ഇന്ന് രാവിലെ ജോലിക്ക് ഇറങ്ങിപ്പോയ ആളുകൾക്ക് തിരിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത, വീട്ടിൽ വെള്ളം കയറിയ സാഹചര്യം, വഴിയിൽ വെള്ളം കയറിയ സാഹചര്യം. ആ രീതിയിലാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിലെയും അതുപോലെ തന്നെ സമീപ നഗരസഭകളിലെയും എല്ലാം സാഹചര്യം. ഗോപി, ശരി, തൃക്കാക്കരയിൽ നിന്നാണ് എബിൻ ജോസി വിവരങ്ങൾ നൽകിയത്. എബിൻ, നിൽക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് കണ്ടാൽ അതൊരു കുളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. ആളുകൾക്ക് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയ ആളുകൾ, ഈ സ്കൂളിൽ പഠിക്കുന്ന, അതായത് 10ാം ക്ലാസ് പോലെയുള്ള പഠിക്കുന്ന കുട്ടികൾ, അത് കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് അവർക്ക് വീടുകളിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. യാത്രക്കാർ പലരും പെരുവഴിയിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. ബസ്സുകളും വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. പാലാരിവട്ടം പാലത്തിന് മുകളിലൊക്കെ നീണ്ട ബ്ലോക്ക് മണിക്കൂറുകളോളം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരിടത്തേക്കും തിരിയാൻ കഴിയാത്ത രീതിയിൽ ഈ കൊച്ചി നഗരത്തിലെ ഗതാഗത സ്തംഭനം മാറിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നു എന്നുള്ളത്. ഒരൊറ്റ രാത്രിയിലെ മഴ കൊണ്ട് വീട്ടിന് പുറത്തേക്ക് നീന്തി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം കൊച്ചി നഗരത്തെ സംബന്ധിച്ചുണ്ട്. കൊച്ചിയിലെ മാത്രം കാര്യമല്ല ഇത്. തിരുവനന്തപുരത്തും സമാനമായ അനുഭവങ്ങളുണ്ട്. കിഴക്കേക്കോട്ടയിൽ കടകളിൽ വെള്ളം കയറി. തമ്പാനൂർ, ജഗതി, അമ്പലമുക്ക് തുടങ്ങിയ ഇടങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതമായി മാറി ജനങ്ങൾക്ക്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു തിരുവനന്തപുരത്ത്. 24 മണിക്കൂറിനകത്ത് അജീഷ്, തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തമാകാൻ പോവുകയാണ്. നമ്മുടെ ഇടവപ്പാതി മഴ എന്ന് നമ്മൾ പറയുന്ന ആ മഴ വരാൻ പോകുന്ന 24 മണിക്കൂറിനിടയിൽ ഇപ്പോൾ ഈ പെയ്തിരിക്കുന്ന ഈ കുറച്ച് നേരത്തേക്ക് പെയ്യുന്ന ഈ ശക്തമായ മഴയിൽ പോലും ജനജീവിതം താറുമാറാകും വിധം നഗരങ്ങളൊക്കെ വെള്ളക്കെട്ടുകളായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. തലസ്ഥാനത്തെ സാഹചര്യം എന്താണ്? ഗോപി, ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെയായിരുന്നു തലസ്ഥാന ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. അക്ഷരാർത്ഥത്തിൽ ഒരു പേമാരി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ. അത്രയ്ക്കധികം മഴയാണ് ഇന്ന് തലസ്ഥാനത്ത് നഗര ഗ്രാമ വ്യത്യാസമന്യേ പെയ്തിറങ്ങിയത്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങി. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കിഴക്കേക്കോട്ട, തമ്പാനൂര്, ജഗതി, ബേക്കറി ജംഗ്ഷൻ, അതേപോലെ തന്നെ അമ്പലമുക്ക്, മണികണ്ഠേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളാണ് ഈ വെള്ളക്കെട്ട് പ്രധാനമായി ഉണ്ടായത്. ഈ അമ്പലമുക്ക്, മണികണ്ഠേശ്വരം പോലുള്ള സ്ഥലങ്ങളിൽ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ആ ഭാഗങ്ങളിലാണ് വീടുകളിൽ വെള്ളം കയറിയത്. ഇവിടുത്തെ ആളുകൾ, ഈ ചെറിയ വീടുകളുള്ള ആളുകൾ ഈ സാധനങ്ങൾ മറ്റും വീടിന്റെ മുകൾ ഇത്തിരി ഉയരത്തിലുള്ള സ്ഥലത്തേക്ക് കയറ്റി വെച്ച് അവർ വെള്ളം ഒഴിഞ്ഞു പോകാനായി കാത്തിരിക്കുകയായിരുന്നു നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് കണ്ടത്. ഈ ഭാഗത്തൊന്നും തന്നെ കോർപ്പറേഷന്റെ ഒരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. കാരണം നമ്മൾ തമ്പാനൂരിലേക്ക് ഇറങ്ങിയ സമയത്ത് ശുചീകരണ തൊഴിലാളികൾ അവിടെ ഈ ഓടയിൽ ഇവിടെ അടിഞ്ഞ മാലിന്യങ്ങൾ നീക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ അപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും തമ്പാനൂരിൽ നിന്ന് കിഴക്കേക്കോട്ടെ പോകുന്ന റോഡിലും പവർ ഹൗസ് റോഡിലും ഈ ഭാഗത്തൊക്കെ തന്നെ വെള്ളം കെട്ടി വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഈ ശുചീകരണ തൊഴിലാളികൾ എത്തി ഓടയിൽ അടിഞ്ഞ മാലിന്യങ്ങൾ നീക്കുമ്പോഴേക്കും വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം ചാലക്കമ്പോളമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് അട്ടക്കുളങ്ങര മുതൽ ചെന്തിട്ട വരെ ഈ ചാലക്കമ്പോളത്തിനകത്തൂടെ തന്നെ പ്രധാനപ്പെട്ട റോഡ് പണി നടക്കുകയാണ്. ഓട നിർമ്മാണം നിലച്ച നിലയിലായിരുന്നു. അവിടെയെല്ലാം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ മുതലാണ് ഓട നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചത്. ഈ മഴ പെയ്ത സമയം മുതൽ ആ ചാലക്കമ്പോളത്തിനകത്തെ പ്രധാനപ്പെട്ട എല്ലാ കടകളിലും വെള്ളം കയറി. വ്യാപാരികളൊക്കെ കടയടച്ച് സാധനങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നെങ്കിലും പലർക്കും ഒരുപാട് ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് പറയുന്നത്. എന്തായാലും തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ 3 മണിക്കൂറായി മഴ മാറി നിൽക്കുകയാണ്. അത് വലിയ ആശ്വാസകരമാണ്. എന്തായാലും ഈ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി. ആളുകളൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് ഈ വെള്ളം അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ അജീഷ്? തീരുമാനത്തിലാണ്. എന്തായാലും തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ 5 മണിക്കൂർ, അതായത് ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പെയ്ത മഴയിൽ അക്ഷരാർത്ഥത്തിൽ മുങ്ങി എന്ന് വേണം നമുക്ക് പറയാം. ശരി, തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഇടങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെ പെയ്ത തോരാത്ത മഴയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു. വീടിനകത്തേക്ക് വെള്ളം കയറിയിരിക്കുന്നു. ആളുകൾ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്ന ഒരു ചോദ്യം ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. നഗരപ്രദേശങ്ങളാകെ വെള്ളക്കെട്ടായി മാറുന്ന ഒരൊറ്റ മഴ കഴിയുമ്പോഴേക്കും രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയവർ, സ്കൂളുകളിലേക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയവർ, അവർക്കൊന്നും ഈ രാത്രിയായിട്ടും വീടുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുന്ന ബ്ലോക്ക്, ഗതാഗത തടസ്സം, അതോടൊപ്പം തന്നെ ഇനിയും ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയാണ്, ഒരുപക്ഷെ വലിയ ഭീഷണിയാണ് ഈ പകർച്ചവ്യാധികൾ
ഉണ്ടാകുമോ എന്നുള്ളത്. അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരാൻ സാധ്യതയുള്ള തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുകയാണ്. ഇത് ആരുടെ കെടുകാര്യസ്ഥിതിയാണ്, ആരുടെയൊക്കെ വീഴ്ചകളാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നത് ഹൈക്കോടതിയുടെ വിമർശനവും നിരീക്ഷണവും വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഏതായാലും മഴ വന്ന് ഉച്ചയിൽ വീഴുമ്പോഴാണോ അധികൃതർ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ പൗരന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലയിൽ, അതായത് മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ അത് അടഞ്ഞ് ഈ ഓടകളൊക്കെ ഇല്ലാതായി പോകും എന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം. അതുകൊണ്ട് തന്നെ സഹകരണവും ജാഗ്രതയും സാധാരണക്കാരായ മനുഷ്യരുടെ ഭാഗത്ത് പൗരന്മാരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുകൂടി കോടതി പറയുന്നു. നമുക്ക് ആലപ്പുഴയിലെ സാഹചര്യം കൂടി നോക്കാം. അജീഷ് ജയകുമാർ ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തെ സാഹചര്യങ്ങളെ കുറിച്ചാണ്. ആലപ്പുഴ ജില്ലയിൽ രാവിലെ മുതൽ തന്നെ പെയ്ത മഴയിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയതോടെ കുട്ടനാട്ടിലെ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. എടത്തുവ, തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു വീണു. അങ്ങനെ തുടങ്ങി ആലപ്പുഴയിലും അതിശക്തമായ കാറ്റും മഴയും ജനജീവിതത്തെ ദുസ്സഹമാക്കിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത്? ആരുടെ വീഴ്ചയാണ്? ആരാണ് നമ്മളെ ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണ്. അതിഥികൾ കൂടി നമ്മളോടൊപ്പം ചേരും. അതോടൊപ്പം തന്നെ കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, ആലപ്പുഴയിലെയും തൃശ്ശൂരിലെയും ഇന്നത്തെ മഴയുണ്ടാക്കിയ ദുരിതത്തിന്റെ നേർക്കാഴ്ചകൾ, ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ പ്രത്യേക എൻകൗണ്ടറിൽ. കനത്ത മഴയും മഴയുണ്ടാക്കുന്ന മനുഷ്യജീവിതങ്ങൾക്കുണ്ടാക്കുന്ന കനത്ത ദുരിതത്തെക്കുറിച്ചുമുള്ള വിവരങ്ങളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്പെഷ്യൽ എൻകൗണ്ടർ ഈ മഴ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുരക്ഷിതമായ യാത്ര നിങ്ങൾ സ്വയം ജാഗ്രതയോടുകൂടി നടത്തണം. അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളുടെ വ്യാപന സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ കരുതൽ ആവശ്യമാണ്. വെള്ളക്കെട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അപകട സാധ്യത പതിയിരിക്കുന്നുണ്ടാകാം. വളരെ ശ്രദ്ധാപൂർവം വേണം റോഡുകളിലൂടെ നടക്കാൻ. ഇപ്പോൾ പല ഇടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് എങ്ങനെയാണ് ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നത് എന്നതിൻ്റെ തത്സമയ വിവരങ്ങൾ നമ്മൾ കണ്ടു. തൃശ്ശൂരിൽ കനത്ത മഴ തുടരുന്നുണ്ടെന്നുള്ള വിവരം വരുന്നു. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറിയതോടെ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ടുണ്ട്. രോഗികളെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറ്റി. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മഴയിൽ ആശുപത്രിയിൽ വെള്ളം കയറി 3 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതാണ്. ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും വിവരങ്ങളുമായി ചേരും. തിരുവനന്തപുരത്ത് ഇന്ന് 1 മണി മുതൽ 5 മണി വരെ പെയ്ത 4 മണിക്കൂർ നീണ്ട ശക്തമായ മഴയിൽ തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടുകൾ മുങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ടായി. ആലപ്പുഴയിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിരിക്കുന്നു. തെക്കൻ മേഖലകളിലാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ഇടവപ്പാതി മഴ കേരളത്തിലേക്ക് എത്തുകയാണ്. ഒറ്റ രാത്രിയിലെ മഴ കൊണ്ട് ഇത്ര വലിയ ദുരിതമുണ്ടെങ്കിൽ തുടർച്ചയായി പെയ്യാൻ പോകുന്ന മഴയത്ത് എന്തായിരിക്കും നമ്മുടെ ജീവിതം എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ ഈ ഘട്ടത്തിൽ മുഴച്ചു നിൽക്കുകയാണ്. അവിടെയാണ് ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ പ്രസക്തമാകുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ ദീപ്തി മേരി വർഗീസ്, KPCC ജനറൽ സെക്രട്ടറിയും കൊച്ചി നഗരസഭാ കൗൺസിലറുമായ ദീപ്തി മേരി വർഗീസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ വെള്ളക്കെട്ടാണ്. പലയിടങ്ങളിലേക്കും സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വലിയ ഗതാഗത കുരുക്കുണ്ട്. പാലാരിവട്ടം പാലത്തിന് മുകളിലൊക്കെയുള്ള ഗതാഗത കുരുക്ക് തുടങ്ങിയിട്ട് മണിക്കൂറുകളായിട്ടുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും ഓടകൾ വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുമൊക്കെയല്ലേ ഈ പ്രതിസന്ധിക്ക് കാരണം? ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? ശ്രീമതി ദീപ്തി. തീർച്ചയായിട്ടും ഇത് ഭരണകൂടമാണ് ഇതിന്റെ മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അപ്രതീക്ഷിതമായി വന്ന ഒരു മഴ എന്ന് നമുക്കിതിനെ കാണാൻ കഴിയില്ല. നമുക്കറിയാം, മെയ് മാസത്തിൽ സാധാരണ മെയ് മാസത്തിലും അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഏപ്രിൽ മാസത്തിലും ഒക്കെ വേനൽ മഴ നമുക്ക് ലഭിക്കാറുള്ളതാണ്. മെയ് അവസാനമായിരിക്കുന്നു. ഇന്നിപ്പോ മെയ് 29 ആയിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും കാലവർഷം ചിലപ്പോൾ നേരത്തെ വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതൊന്നും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നോക്കൂ, ഇപ്പോ നിരവധി നഗരസഭകളുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു. കടലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, കായലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നഗരസഭ എന്ന് പറയുന്നത് കൊച്ചി നഗരസഭയാ. എന്ന് പറഞ്ഞാൽ കാക്കനാട് നിന്ന്, തൃക്കാക്കരയിൽ നിന്നുള്ള വെള്ളം, അല്ലെങ്കിൽ കളമശ്ശേരിയിൽ നിന്നുള്ള വെള്ളം, ഒരുപക്ഷെ ആലുവയിൽ നിന്നുള്ള വെള്ളം, ഇതെല്ലാം ഒഴുകി വന്ന് ചേരുന്നത് കായലിലോ അല്ലെങ്കിൽ കടലിലോ ആണ്. അപ്പോ കൊച്ചി നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കൊച്ചി നഗരസഭയിൽ മാത്രമല്ല തൃക്കാക്കരയിലും കളമശ്ശേരിയിലും ഒക്കെ വെള്ളക്കെട്ടുണ്ടാകും എന്നുള്ള കാര്യം ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പൊ എടപ്പള്ളിത്തോടിന്റെ കാര്യം ഇവിടെ പറയുന്നത് കേട്ടു. എടപ്പള്ളിത്തോടിൽ എവിടെ നിന്നെല്ലാം വെള്ളം വരുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കണക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം
ചെറുകാനകൾ കോരി എന്നതൊഴിച്ചാൽ, ചെറുകാനകൾ തന്നെ പൂർണ്ണമായി ചെയ്തിട്ടില്ല. അത് തന്നെ ഇപ്പോൾ എന്റെയൊക്കെ ഇപ്പൊ ഈ കലൂർ സ്റ്റേഡിയം ഇരിക്കുന്നത് ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടാണ്. ഇവിടെ ഒരു മനുഷ്യർക്ക് നടന്നാൽ ഒരു അര വരെ വെള്ളം വരുന്ന രീതിയിൽ, വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ നഗരത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന കലൂർ സ്റ്റേഡിയത്തിൽ പോലും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇന്ന് നടന്ന വിചിത്രമായ ഒരു സംഭവം ഞാൻ ഇന്ന് പറയാം. ഇന്ന് KSEBയിൽ, അതായത് ചങ്ങാടംമുക്ക് തോട്, ഏറ്റവും അധികം 9 ഡിവിഷനിലെ വെള്ളം ഒഴുകി വരുന്ന തോടാണ്. നമ്മുടെ 2 ചങ്ങാടം ഒരുമിച്ച് പോയിരുന്ന വലിയ തോട്. അത് വീതി കുറഞ്ഞ് കലൂർ സ്റ്റേഡിയത്തിന് അടുത്തുള്ള KSEBയിൽ വന്ന് ഇതിന്റെ സമീപത്തൂടെ പോവുകയാണ്. ഇന്ന് കൊച്ചി നഗരസഭയിൽ അവിടെ ചെളി കോരാൻ വന്നു. അപ്പോ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം, KSEBയുടെ ഉദ്യോഗസ്ഥർ അത് തടഞ്ഞു എന്നുള്ളത്. അവർ പറയുന്നത് ചെളി കോരി അവിടെ കരയിൽ വെക്കാൻ കഴിയില്ല. അപ്പോ നഗരസഭയുടെ അധികൃതർ പറഞ്ഞു ചെളി ഞങ്ങൾ വാരി ലോറിയിൽ എടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് പോലും അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ വാട്ടർ അതോറിറ്റി ആണെങ്കിലും KSEB ആണെങ്കിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നഗരസഭയാണെങ്കിലും സംയോജിച്ച് ഒരുമിച്ച് ചെയ്യേണ്ട ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് പോലും ഒരു കൂടിയാലോചനയില്ല. താങ്കൾ കൗൺസിലറാണ്, പ്രതിപക്ഷ കൗൺസിലറാണ്. എന്തുകൊണ്ടാണ് നഗരസഭയ്ക്ക് ഇത് ചെയ്യാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇത് ചെയ്യിപ്പിക്കാൻ കഴിയാത്തത്? അതിലേക്കാണ് വരുന്നത് ഗോപികൃഷ്ണൻ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിന് പുറകിലുള്ള നമ്മുടെ കാർണക്കോടം തോട്, അത് പോള വാരാൻ ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലേഴ്സ് പോയി. അതായത് ഒരു 5 ദിവസം മുമ്പ് മഴക്കാലം വരാറാവുന്നു. അവിടെ പോള വാരുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാഥമികമായ ഒരു ജോലിയാണ്. തോടിന് മുകളിൽ കിടക്കുന്ന പോള പോലും വാരിക്കളയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ആരാ ചെയ്യേണ്ടത്? ഇത് എത്ര തവണ നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങൾ ചോദിക്കുന്നു, ഈ പണി എവിടെ വരെയായി? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ജെറ്റിംഗ് മെഷീൻ, ഒരു സക്കിംഗ് മെഷീൻ വാങ്ങിച്ചു 7.5 കോടി രൂപയ്ക്ക്. ആ വാങ്ങിച്ച ജെറ്റിംഗ് മെഷീൻ കഴിഞ്ഞ 1.5 മാസക്കാലമായി എവിടെ എന്ന് ചോദിച്ചതിന് നഗരസഭയിലെ മേയർക്കോ നഗരസഭാ അധികൃതർക്കോ മറുപടി ഇല്ലായിരുന്നു. ഇന്നലെ ഞങ്ങൾ നഗരത്തിലൂടെ യാത്ര ചെയ്ത് കണ്ടുപിടിച്ചു, MG റോഡിൽ അത് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട ജോലിയായിരുന്നു ഇത്. ഇത് കൊണ്ടുവന്ന സമയത്ത് മാധ്യമങ്ങളെല്ലാം വളരെ ആഘോഷപൂർവ്വം, പത്രമാധ്യമങ്ങളൊക്കെ എഴുതിയതാണ്, ഈ ജെറ്റിംഗ് മെഷീൻ വന്നു കഴിഞ്ഞാൽ മുഴുവൻ ചെളിയും എടുത്തുകൊണ്ട് പോകും. ശരിയാണ്, അത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ നടക്കും. പക്ഷെ ആ മെഷീൻ, അത് വാങ്ങിക്കുമ്പോൾ ഉള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത്, ആ മെഷീൻ കേടായാൽ അടുത്ത നിമിഷം അടുത്ത മെഷീൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരും, എന്നാൽ മാത്രമേ ഈ മെഷീൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ള എഗ്രിമെന്റ് ആണുള്ളത്. എന്നാൽ അതിന് ഭിന്നമായി ഇവിടെ മെഷീൻ തിരിച്ചു കൊണ്ടുപോവുകയും പകരം മെഷീൻ തന്നുമില്ല. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വന്ന മെഷീൻ വീണ്ടും കേടായി, പകരം മെഷീൻ തന്നില്ല. അപ്പൊ അങ്ങനെ ഇത് മഴക്കാലപൂർവ്വ ശുചീകരണം ചെയ്യേണ്ട 7 കോടി രൂപ മുടക്കിയ ഒരു മെഷീൻ എവിടെയെന്ന് അന്വേഷിക്കാൻ പോലും നഗരസഭ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ചോദിച്ചോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കായലാണ് തേവര പേരണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. അത് ഇപ്രാവശ്യം ഡീപ് ഡീസിൽറ്റിംഗ് ചെയ്തിട്ടില്ല. നമ്മുടെ 2018 പ്രളയകാലത്തിന് ശേഷം എക്കൽ വന്ന് അടിഞ്ഞിട്ട് ഇതിന്റെ മൗത്ത് മുഴുവൻ അടഞ്ഞിരിക്കുകയാണ്. എല്ലാ കായലിലേക്കുള്ള എല്ലാ പ്രധാനപ്പെട്ട തോടുകളുടെയും മൗത്ത് അടഞ്ഞിരിക്കുകയാണ്. കൊച്ചിൻ പോർട്ടസിന് അതിന്റെ അകത്ത് ഉത്തരവാദിത്തമുണ്ട്. അവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ പണമില്ലെന്ന് പറയുന്നു. സംസ്ഥാന ഗവൺമെന്റിന്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്, ഇവർക്കൊക്കെ ഇതിന്റെ അകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഇതെല്ലാം ഈ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് സാങ്കേതിക കാരണങ്ങളാണ്. ഇതിനൊക്കെ ഒരു മറുപടി നമുക്ക് ആവശ്യമുണ്ട്. ഇതിനകത്തൊക്കെ ഒരു ഇടപെടൽ ആവശ്യമല്ലേ, നടപടികൾ ആവശ്യമല്ലേ? ഇത് ആദ്യത്തെ അനുഭവമല്ല കൊച്ചിയെ സംബന്ധിച്ച്. എത്ര കാലമായി കൊച്ചിയിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ നേരിടാൻ തുടങ്ങിയിട്ട്? ഇന്ന് ഞാൻ മാമംഗലത്ത്, ഇപ്പോൾ താങ്കളുടെ വാർഡിലെ അംഗമാണ് ഞാൻ, താങ്കൾക്കറിയാമായിരിക്കും. അവിടെ നിന്ന് ഞാൻ ഈ ഓഫീസിലേക്ക് എത്തിയ സമയം 2.5-3 മണിക്കൂറാണ്. ഒരിടത്തേക്കും വാഹനങ്ങൾക്ക് തിരിയാൻ വയ്യ, വെള്ളക്കെട്ടാണ്. കൊച്ചു കുട്ടികളെയും കൊണ്ട് അമ്മമാർ അവരെ എടുത്ത് ഈ വെള്ളക്കെട്ടിലൂടെ നീന്തുന്നതിന് സമമായിട്ട് പോവുകയാണ്. സാധാരണക്കാരായ ആളുകൾ ഇതൊക്കെ എന്തിനറിയണം? ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? ആ ചോദ്യം എവിടെയുണ്ട്? അതെ, അത് ശരിയാണ്. സാധാരണക്കാരായ ആളുകളോടല്ല നമ്മൾ ഇതൊന്നും പറഞ്ഞത്. ഇത് വലിയ ഒരു കെടുകാര്യസ്ഥത ഇതിന്റെ അകത്തുണ്ട് എന്നുള്ളതാ പറഞ്ഞത്. ഞാൻ ഇന്ന്
പിയാൻജി കോളനി, ഇവിടുത്തെ പിയാൻജി കോളനി നമുക്ക് അറിയാവുന്നതാണ്. അവിടെ നിന്ന് അവരെ പുനരധിവസിപ്പിച്ചത് കൊച്ചിയിലാണ്, തോപ്പുംപടിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ്. അവിടെ ഇന്ന് പോയി ഞങ്ങൾ നേരിട്ട് കണ്ടു. ഞാൻ ഹൈബി ഈഡനും TJ വിനോദ് MLA അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ചെന്നു. അവിടെ സെപ്റ്റിക് ടാങ്ക് പോലെ, അതായത് 4 മാസം മുമ്പാണ് അവിടെ പുനരധിവസിപ്പിച്ചത് അവരെ. അവിടെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒലിച്ചു കിടക്കുകയാണ്. അവിടുത്തെ ആളുകൾക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ കഴിയില്ല. ആ അവസ്ഥയിലാണ്. അപ്പൊ ഇതൊക്കെ ആരാണ് ചെയ്യേണ്ടത്? ഇത് ഗവൺമെന്റ് എവിടെയാണ്? തദ്ദേശ വകുപ്പ് മന്ത്രി എവിടെയാണ്? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഡ്രൈ ഡേയെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി സെക്രട്ടറി തലത്തിൽ യോഗം വിളിച്ച ഒരു സർക്കാരാണുള്ളത്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എവിടം വരെ എത്തി? തിരുവനന്തപുരത്ത് നടക്കുന്നത് ഏറ്റവും വലിയ കെടുകാര്യസ്ഥത നടക്കുന്നു. കൊച്ചിയെ പോലെ തന്നെ കെടുകാര്യസ്ഥതയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് വഴുതക്കാട് റോഡ്. അവിടെയൊക്കെ പൊട്ടിപ്പൊളിച്ചു കിടക്കുകയാണ്. സ്കൂൾ തുറക്കാൻ തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. കമ്പിയും കേബിളും അവിടെ റോഡ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഈ മഴക്കാലത്തിന് മുൻപ് മാർച്ച് മാസത്തിൽ ഈ പണി തീർക്കും, സ്മാർട്ട് സിറ്റിയുടെ പണി തീർക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഈ കോൺട്രാക്ട് കൊടുത്ത, ഈ ടെൻഡർ എടുത്ത കോൺട്രാക്ടറോട് എന്തുകൊണ്ടാണ് മന്ത്രിക്ക് ചോദിക്കാൻ കഴിയാത്തത്? PWD മന്ത്രി എവിടെയാണ്? ഞാൻ ചോദിക്കുന്നത്. ശരി ദീപ്തി, അത് മാത്രമല്ല, ഇപ്പോൾ ശ്രീമതി ദീപ്തി താങ്കൾ പറഞ്ഞ ഈ PND കോളനിയിലെ ആളുകളെ അവിടെ നിന്ന് മാറ്റിയത് മുട്ടറ്റം വരെ വെള്ളം വന്ന് അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. അവരെ മാറ്റി വയ്ക്കുന്ന ഫ്ളാറ്റിൽ ഇപ്പോൾ തലയിലൂടെ വെള്ളം വന്ന് വീഴുന്ന, അവിടെ ചോർച്ചയുള്ള ഫ്ളാറ്റുകളിലേക്കാണ് അവരെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പ് എന്ന പോലെ അവരെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇവിടെ ആർക്കും എന്തും ചെയ്യാം എന്ന അവസ്ഥയാണ്. ഹൈക്കോടതി ഇന്ന് ചോദിച്ചതാണ്, നിങ്ങളുടെ ഉച്ചിയിൽ വന്ന് വെള്ളം വീഴുമ്പോഴാണോ ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുന്നതെന്നാണ് ദീപ്തി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിനകത്തൊക്കെ ഒരു പരിഹാരം നമുക്ക് ഇനി ഇത് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നാട്ടുകാർ തെരുവിലേക്ക് ഇറങ്ങും, അതായിരിക്കും സംഭവിക്കുക. അതെ, ഞാൻ പറയുന്നത് ഇതിനെ പലരും ന്യായീകരിക്കുന്നത് ഞാൻ കേട്ടു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, മേയറോട് ഒരു കാര്യം ചോദിക്കുമ്പോ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടെ മാത്രമല്ല പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കുന്നത്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ചോദിക്കേണ്ട ആളുകളോട് ചോദിച്ചേ പറ്റൂ. ഇവിടെ മഴ അതിന് ഞങ്ങൾ ശ്രമിച്ചു. കൊച്ചി നഗരസഭാ മേയർ ശ്രീ M. അനിൽകുമാറിനെ ഏതാണ്ട് 4-5 തവണയെ അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിനും കിട്ടിയിട്ടില്ല ഇതുവരെ. എനിക്കറിയില്ല അദ്ദേഹം ഒരുപക്ഷെ തിരക്കിലാണോ, അദ്ദേഹം മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിലാണോ, എനിക്കറിയില്ല. പക്ഷെ ഞാനത് പ്രേക്ഷകരോട് പറയുന്നതാണ്, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എനിക്കറിയില്ല അദ്ദേഹം ഇനി എന്തെങ്കിലും തിരക്കിലാണോ എന്ന്. ഞങ്ങൾ 4-5 തവണയെ തുടർച്ചയായി അദ്ദേഹത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അദ്ദേഹത്തിന് എന്ത് പറയാൻ കഴിയും? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഗോപികൃഷ്ണൻ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു തോടുകളും കൃത്യമായിട്ട് ഡീസിൽറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം എന്ത് മറുപടി പറയും? മേഘവിസ്ഫോടനമാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇരുന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. അതാണോ ഇതിനുള്ള മറുപടി? മേഘവിസ്ഫോടനം നടന്നാൽ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കേണ്ടത്, 2018 പ്രളയകാലം കഴിഞ്ഞു. അന്ന് നമ്മളെ മത്സ്യത്തൊഴിലാളികൾ, മത്സ്യബന്ധനം നടത്തുന്നവരൊക്കെ കൂടി രക്ഷിച്ചു. അന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്, കേരളത്തിൽ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ മഴക്കാല കെടുതി ഉണ്ടാകും, ഇതൊക്കെ ഗവൺമെന്റിന് അറിയാവുന്നതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ ഗോപികൃഷ്ണൻ. ഇവിടെ MV രാജേഷ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡ്രൈ ഡേയെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഇവരിയ്ക്കുമ്പോൾ, ഡ്രൈ ഡേയെ പറ്റി ചർച്ച ചെയ്യാൻ PWD വകുപ്പ് ഇരിക്കുമ്പോൾ അവരെന്തുകൊണ്ടാണ് ഈ റോഡിനെ പറ്റി ചിന്തിക്കാത്തത്? ശരി, ഏതായാലും ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇവിടെ ചില ആളുകളുടെ പ്രതികരണം വരുന്നത് നമ്മൾ കാണുന്നു. നിങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിട്ട് എന്ത് കാര്യം, പരിഹാരം എവിടെ എന്നതാണ്. സാധാരണക്കാരായ ആളുകൾ അവർ ഈ ദുരിതത്തിൽ നട്ടം തിരിയുമ്പോൾ അവർ ചോദിക്കുക പരിഹാരം എവിടെ എന്നത് തന്നെയായിരിക്കും. ഇത് രാഷ്ട്രീയ വിഷയങ്ങളായി മാത്രം പരിഗണിക്കപ്പെടേണ്ടതല്ല, ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നം എന്ന നിലയിൽ ഇതിൽ പരിഹാരം ഉണ്ടാകേണ്ടതാണ്. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നഗരസഭയിൽ ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ താങ്കളെപ്പോലുള്ളവർക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ രാവിലെ മുതൽ പെയ്ത മഴയിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വെള്ളക്കെട്ടിലായിരിക്കുന്നു. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയതോടെ കുട്ടനാട്ടിലെ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. എടത്തുവ തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു വീണിരിക്കുന്നു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ആലപ്പുഴയിലെ സ്ഥിതി? കുട്ടനാട് ഏതാണ്ട് പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായി കുട്ടനാട്ടിൽ എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ വന്നതാണ്. ആളുകൾക്ക് എത്രത്തോളം ദുരിതമുണ്ട്? ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ടോ? ജില്ലാ ഭരണകൂടം എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്?
ഗോപികൃഷ്ണൻ 2018 ആലപ്പുഴയിലെ പ്രളയമുണ്ടായ സമയത്ത് ഡാം തുറന്നു വിട്ടതടക്കമുള്ള ജലം എത്തിയതായിരുന്നു കുട്ടനാട് മുങ്ങാൻ കാരണം. പക്ഷേ ഇത് അതായത് രാവിലെ 8 മണി മുതൽ 1 മണി വരെ പെയ്ത മഴ, ഒപ്പം തന്നെ കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയതോടെ 2018 പോലും വെള്ളം എത്താത്ത പലയിടങ്ങളിലും കുട്ടനാട്ടിൽ വെള്ളമെത്തി. ഇന്ന് ഹരിപ്പാട് മുട്ടത്ത് ഒരു വയോധികൻ 63 വയസ്സുകാരൻ വയോധികൻ ദിവാകരൻ വെള്ളക്കെട്ടിൽ വീണു മരിക്കുന്ന സാഹചര്യമുണ്ടായി. കുട്ടനാട്ടിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് കാലാകാലങ്ങളായി അവർ പറയുന്നു ഒന്നും നടപ്പിലാകുന്നില്ല. കുട്ടനാട്ടിൽ പുറംബണ്ട് കെട്ടി ഉയർത്തണം, ഒപ്പം തന്നെ കുട്ടനാട് പാക്കേജ് പൂർണ്ണതോതിൽ നടപ്പിലാക്കണം. ഈ പാടശേഖരങ്ങളിൽ കൃത്യമായി കൃഷിക്ക് ശേഷം പാടശേഖരത്തിലെ വെള്ളം മൊത്തം മോട്ടോർ പമ്പ് ചെയ്ത് വെളിയിൽ കളയാനുള്ള നടപടികൾ ഉണ്ടാകണം. അതിന് പാടശേഖര സമിതികളെ സർക്കാർ അടക്കം KCB അടക്കം സഹായിക്കണം. ഇത്തരം കാര്യങ്ങളൊന്നും നടപ്പിലാകാത്തതിൻ്റെ പ്രശ്നം, ഒപ്പം തന്നെ റോഡുകൾ ശാസ്ത്രീയമായ രീതിയിൽ പണിയാത്തതിൻ്റെ പ്രശ്നം മൂലം റോഡുകളിലടക്കം വെള്ളം കയറുന്നു. ഇതൊക്കെ തന്നെ കുട്ടനാട്ടുകാർ വർഷങ്ങളായി കാണുന്നതാണ്. അവർക്ക് പുതുമ കൂടിയല്ല. നമ്മൾ അടക്കം അവരുടെ പ്രതികരണം എടുക്കാൻ പോകുമ്പോഴൊക്കെ അവരൊക്കെ എത്ര മഴക്കാലം കണ്ടതാണ്. ഓരോ മഴക്കാലത്തും 8 മാസത്തോളം അവർക്ക് ഒരു വർഷത്തിൽ 8 മാസത്തോളം മഴയുടെ ദുരിതം അനുഭവിക്കണം. 6 മാസം വീട് വിട്ടുപോലും താമസിക്കേണ്ട അവസ്ഥ. പക്ഷേ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പെയ്ത മഴയാണ് ആലപ്പുഴ ജില്ലയിൽ എമ്പാട് നഗരങ്ങൾ ചെറിയ പട്ടണങ്ങളിൽ പോലും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. കായംകുളം, ആലപ്പുഴ, ഹരിപ്പാട്, മാന്നാർ തുടങ്ങിയിട്ടുള്ള ചെറിയ പട്ടണങ്ങളിൽ പോലും വെള്ളക്കുഴികളായി മാറി. ആലപ്പുഴയിൽ കൊമ്മാടിയിലാണ് ആലപ്പുഴ AS കനാൽ, ആലപ്പുഴ ചേർത്തല കനാലിൻ്റെ സമീപത്തുള്ള കൊമ്മാടിയിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. നമ്മൾ അത്തരം കാര്യങ്ങൾ അവിടെ ദൃശ്യങ്ങൾ തന്നെ നേരത്തെ കൊടുത്തിരുന്നു. അവിടെയൊന്നും നേരത്തെ പ്രളയത്തിൻ്റെ സമയത്ത് പോലും വെള്ളം കയറാത്ത പ്രദേശങ്ങളിലാണ് അരയ്ക്കൊപ്പം വെള്ളം വന്ന് 200-250ഓളം കുടുംബങ്ങൾക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം അടക്കമുണ്ടായ പ്രശ്നങ്ങളാണ് നിലവിൽ ഈ നഗര കേന്ദ്രീകൃതമായി ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ. മഴക്കാല മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ആലപ്പുഴ നഗരത്തിൽ നടത്തിയിട്ടില്ല എന്ന് വ്യക്തമായി. ആലപ്പുഴയിൽ നഗരത്തിൽ തന്നെ ഇഷ്ടം പോലെ കനാലുകൾ ഉള്ളതാണ്. AS കനാലുണ്ട്, കൊമേഴ്ഷ്യൽ കനാലുണ്ട്. അങ്ങനെ കനാലുകളൊന്നും പൂർണ്ണ സ്ഥിതിയിൽ മഴക്കാലത്തിന് മുമ്പ് വൃത്തിയാക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഈ രീതിയിൽ വെള്ളം പൊങ്ങാൻ കാരണമായി വരുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിഴക്കൻ വെള്ളമാണ്. അത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ പെയ്യുന്ന മഴ അടുത്ത ദിവസങ്ങളിൽ ആലപ്പുഴയിലെ ജലാശയങ്ങളിലേക്ക് എത്തും. അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിലാർ തുടങ്ങിയ ആറുകൾ വഴി എത്തുന്ന വെള്ളം ക്രമാതീതമായി വന്നാൽ, ഈ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നാൽ കുട്ടനാട് മുങ്ങുന്ന സാഹചര്യത്തിലുണ്ടാകും. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ പെയ്ത മഴയിൽ തന്നെ കുട്ടനാട് ഏകദേശം മുങ്ങി. ഇനി നാളെയും ഇന്ന് രാത്രിയും ഒക്കെ തന്നെ ഈ വെള്ളം ഒഴുകിയെത്തിയാൽ സ്ഥിതി വളരെ ദുരന്തപൂർവ്വമാവും. അതായത് അവരുടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത നിലയിലേക്ക് തന്നെ മാറും. പക്ഷേ സർക്കാർ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെങ്കിലും കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് ഇതുവരെയും സർക്കാർ തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. ജില്ലയിൽ ഇതുവരെ 6 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 5 ക്യാമ്പുകൾ തീരദേശ മേഖല കേന്ദ്രീകരിച്ചും 1 ക്യാമ്പ് മാത്രമാണ് കായലോര മേഖല കേന്ദ്രീകരിച്ചും തുറന്നിട്ടുള്ളത്. അത്തരത്തിൽ ക്യാമ്പുകൾ തുറക്കുന്നതിൽ ചില കാലതാമസം ജില്ലയിൽ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിൽ ആലപ്പുഴ ജില്ലയിൽ കാലതാമസം ഉണ്ടാകാൻ പാടില്ല. കുട്ടനാടൻ മേഖലയിൽ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യത്തിൽ വളരെ വേഗം തന്നെ ആളുകളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റേണ്ടതാണ്. ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് കരുതാം. 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തും. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള പുതിയ കാലാവസ്ഥാ വിവരങ്ങൾ വരുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ അറിയിപ്പ്. പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വരുന്ന 7 ദിവസങ്ങളിൽ, അതായത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് കേരള തീരത്ത് നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഫലമായി അടുത്ത 7 ദിവസം വ്യാപകമായി ഇടി, മിന്നൽ, കാറ്റ് എന്നിവയോട് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും മെയ് 30 മുതൽ ജൂൺ 2 വരെ മഴ കനക്കും എന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള ചില അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. തൃശ്ശൂരിലും ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പലയിടങ്ങളിലും ഗതാഗത തടസ്സം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തൃശ്ശൂരിൽ ഏറ്റവും പുതിയ വിവരം വരുന്നത് തൃശ്ശൂർ തൃപ്രയാർ റൂട്ടിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഗായത്രി ബസ് സ്റ്റോപ്പ്, പഴുവിൽ സെന്റർ, താന്യം, പെരിങ്ങോട്ടുകര, കിഴക്കേനട എന്നിവിടങ്ങളിൽ വെള്ളം ഉയർന്നതിനെ തുടർന്നാണ് ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നത്. താന്യത്ത് റോഡിലൂടെ മരം ഒഴുകി വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തൃശ്ശൂർ നഗരത്തിലും അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് എന്താണെന്ന് നോക്കാം. പൊതുവിൽ ജനങ്ങളോട് പറയാനുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണ്ടിവരുന്ന സാഹചര്യമാണ്. വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അപകടം ഒളിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് വളരെ സുരക്ഷിതമായി വേണം, കരുതലോടുകൂടി വേണം നമ്മൾ റോഡിലൂടെ നടക്കാൻ. അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളുടെ വ്യാപന സാധ്യത കൂടി കണക്കിലെടുത്ത് അതിനുള്ള സുരക്ഷയും നമ്മൾ
ഒരുക്കേണ്ടതാണ്. ഒരു ചെറിയ ഇടവേളയിലേക്ക് നമ്മൾ പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ കേരളത്തിന്റെ മറ്റിടങ്ങളിൽ എവിടെയൊക്കെയാണ് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളത്, തൃശ്ശൂരിലെ സാഹചര്യം എന്താണെന്ന് നമ്മൾ പ്രത്യേകം പരിശോധിക്കും. മഴ മുന്നറിയിപ്പുകൾ പുതിയത് വരുന്നു. അതോടൊപ്പം തന്നെ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒക്കെ അത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. തൃശ്ശൂരിലും സമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് പുതുതായി വരുന്ന വിവരങ്ങൾ. തൃശ്ശൂരിൽ കനത്ത മഴ തുടരുന്നു. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറിയതോടെ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. രോഗികളെ തൽക്കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മഴയിൽ ആശുപത്രിയിൽ വെള്ളം കയറി 3 കോടിയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സൂരജ്, ഇതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായി വരുന്ന വിവരമാണ് തൃപ്രയാറിലെ ഗതാഗത തടസ്സം, ഗതാഗത കുരുക്കുണ്ടായിട്ടുണ്ട് എന്നത്. എന്തൊക്കെയാണ് തൃശ്ശൂരിലെ നിലവിലെ സാഹചര്യം? ഗോപികൃഷ്ണൻ, തൃശൂർ നഗരത്തിൽ ഇപ്പോൾ മഴ വിട്ടു നിൽക്കുകയാണ്. എന്നാൽ പോലും ഈ ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ കനത്ത മഴയാണ് തുടരുന്നത്. അങ്ങനെയാണ് തൃശൂർ തൃപ്രയാർ റൂട്ടിൽ ഈ ഗതാഗതം തടസ്സപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഗായത്രി ബസ് സ്റ്റോപ്പ്, അതുപോലെ തന്നെ പഴുവിൽ സെന്റർ, താന്യം, പെരിങ്ങോട്ടുകര, കിഴക്കേ നട എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ ഈ വെള്ളം കയറി പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി തൃശ്ശൂരിൽ നിന്ന് ഈ തൃപ്രയാറിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള വാഹനങ്ങൾക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം പോലുമാണുള്ളത്. വലിയ രീതിയിൽ ഈ മേഖലയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു മരം തന്നെ ഈ മേഖലയിൽ താന്നിത്ത് ഒരു മരം തന്നെ ഈ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ ഈ മേഖലയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൃശ്ശൂരിന്റെ മലയോര മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിരപ്പള്ളിയിലെല്ലാം കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. തുമ്പൂർമൊഴിയിൽ ഇന്ന് വലിയ മുളംകൂട്ടം ഈ കടപുഴകി വീണ ഏറെ നേരം ഈ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ പലയിടങ്ങളിലായി മരം മറിഞ്ഞു വീണിട്ടുണ്ട് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഈ മരം മുറിച്ചു മാറ്റി ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ, ചെറുമരങ്ങളാണ് മറിഞ്ഞു വീണിട്ടുള്ളത്, വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നടപടികൾ അത് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. തൃശ്ശൂർ നഗരത്തിലാണ് ഈ മഴയുടെ ഭാഗമായിക്കൊണ്ട് വലിയ നാശനഷ്ടത്തിലേക്ക് ഇത്തവണയും കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ തവണ 3 കോടി രൂപയുടെ നാശനഷ്ടമായിരുന്നു ഈ അശ്വിനി ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അന്ന് ജില്ലാ ഭരണകൂടവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം കോർപ്പറേഷൻ അടക്കം പറഞ്ഞിരുന്നത് അടിയന്തര നടപടികളിലേക്ക് പോകും. മഴക്കാല മുന്നൊരുക്ക ശുചീകരണങ്ങളിൽ വന്ന വീഴ്ച അത് പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തര കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയ കാഴ്ചയാണ് തൃശ്ശൂരിൽ നമുക്ക് ഈ ഒറ്റ മഴയിൽ കാണാനാകുന്നത്. മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന മഴയിൽ തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വടക്കേ സ്റ്റാൻഡിലാണ് ഏറ്റവും അധികം രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. തൊട്ടു പിന്നാലെ ഈ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി. അങ്ങനെയാണ് ഈ അത്യാഹിത വിഭാഗം അടക്കം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. സൂരജ്, ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയിലാണ് ജനജീവിതത്തെ സാരമായി അത് ബാധിച്ചിരിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുകയാണ്. നമ്മൾ ഇടവപ്പാതി മഴ എന്ന് വിളിക്കുന്ന മഴ എത്തുകയാണ്. അപ്പോഴും കേരളത്തിന്റെ സ്ഥിതി ഇതുപോലെയാണ് തുടരുന്നതെങ്കിൽ അത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കും. പ്രളയ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന ആശങ്ക പോലും നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ഒരൊറ്റ രാത്രിയിലെ മഴ കൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം നഗരപ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഗതാഗത തടസ്സമുണ്ടാക്കുന്ന പ്രതിസന്ധി ഇതിനോടൊപ്പമുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഹൈക്കോടതി പറഞ്ഞതുപോലെ ഉച്ചിയിൽ വെള്ളം വീഴുമ്പോഴല്ല അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ. ജനജീവിതത്തിന് സംരക്ഷണം ഉറപ്പാക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വത്തിൽ നിന്നും അധികൃതർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് ഒരിക്കൽ കൂടി ഈ സംഭവം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുകയാണ്.